ഹായ് ഓൾ, പ്ലാസ്റ്ററിംഗ് സംബന്ധിച്ച് ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾ നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു. നമുക്കതൊന്ന് ദീപക് സാറിനോട് തന്നെ ഡയറക്റ്റ് ചോദിച്ച് ക്ലിയർ ചെയ്താലോ? ഹായ് സർ. അപ്പോൾ മെയിൻലി വരുന്നൊരു ഡൗട്ട് എന്ന് പറയുന്നത്, നമ്മൾ പല വീടുകളിലും പല ടൈപ്പ് ഓഫ് ബ്രിക്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചെങ്കല്ലുണ്ട്, അല്ലെങ്കിൽ സിമെൻറ്റ് കട്ടയുണ്ട്, ഇഷ്ടികയുണ്ട്. അപ്പോൾ എല്ലാവർക്കും വരുന്നൊരു സംശയം, ഈ എല്ലാ ബ്രിക്സിലും നമുക്ക് ഈ പ്ലാസ്റ്ററിംഗ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായും ഏത് ബ്രിക്സിലായാലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ചെങ്കല്ലായാലും ചുടുകട്ടയായാലും സിമെന്റ് ബ്രിക്സ് ആയാലും ആസിഡ് ബ്രിക്സ് ആയാലും എല്ലാത്തിലും നമുക്ക് ജിപ്സം അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഡികെ ജിപ്സം അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ നോക്കാം. ഇവിടെ നോക്കൂ, ഇത് സിമെന്റ് ബ്രിക്സ് ആണ് വരുന്നത്. അത് സിമെന്റ് ബ്രിക്സിലാണ് നമ്മൾ ജിപ്സം അപ്ലൈ ചെയ്തിട്ടുള്ളത്, ഡികെ ജിപ്സം അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ ഒരു സർഫസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഏത് ബ്രിക്സിലായാലും നമുക്ക് ഈ ഒരു ഫിനിഷിംഗിലേക്ക് ആക്കിയെടുക്കാൻ സാധിക്കും. എല്ലാത്തിലും സെയിം ഫിനിഷിംഗ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ വർക്ക് ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് ഫിനിഷ് ചെയ്യാൻ പറ്റും? അത് നമ്മുടെ വർക്കേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നമുക്ക് എമർജൻസി ആയിട്ട് ചില ക്ലയൻസ് പറയും പെട്ടെന്ന് ഹൗസ് വാമിംഗ് ഉണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് വർക്കേഴ്സിനെ കൂട്ടിയിട്ടുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. എങ്കിലും ഒരു 10,000-2,500 സ്ക്വയർ ഫീറ്റ് പ്ലിന്ത് ഏരിയ വരുന്നൊരു വീട് എന്ന് പറയുമ്പോൾ ഒരു 10-20 ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്യാം. ഒരു 3 പേരെ വെച്ചുകൊണ്ട് 10 ദിവസം കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് സാധിക്കും. പിന്നെ സർ, നമ്മൾ ഈ സ്ക്വയർ ഫീറ്റ് മെഷർ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്. അതിപ്പോൾ എന്താ പറയുക, വോൾ വൈസ് ആണോ നമ്മൾ മെഷർ ചെയ്യുന്നത്, അതോ ഫ്ലോർ വൈസ് ആണോ മെഷർ ചെയ്യുന്നത്? അപ്പോൾ ഈ പ്ലാസ്റ്ററിംഗിൽ എങ്ങനെയാണ് അത് വരുന്നത്? ഇത് ഫ്ലോർ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വോളാണ് നോക്കുന്നത്. വോളാണ് നമ്മൾ മെഷർ ചെയ്യുക കംപ്ലീറ്റ്. ഇപ്പം നമുക്ക് ജനലുകളൊക്കെ വരുമ്പോൾ ജനല്, പിന്നെ അതുപോലെ വാതില്, ഇതൊക്കെ നമ്മൾ ഡിവിഡൻറ്റ് കുറച്ചുകൊണ്ട് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള നമ്മൾ വർക്ക് ചെയ്ത ഭാഗം മാത്രമാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത്. ഫ്ലോർ ഏരിയ എല്ലാം നോക്കുന്നത് വാൾ ഏരിയ ആണ്. സാർ, ഇപ്പോൾ ജിപ്സം പ്രൊഡക്ട്സിന്റെ ഒരുപാട് ബ്രാൻഡുകൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് ഈ ഡികെ ജിപ്സം ഇത്ര യൂണിക് ആവുന്നത്? നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയാണ്. ഫസ്റ്റ് ക്വാളിറ്റി ജിപ്സം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇറാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അതിൽ ഒറ്റ ക്വാളിറ്റി മാത്രമേ ഉള്ളൂ. പല ക്വാളിറ്റി പല റേറ്റുകൾ നമുക്കില്ല. ഒറ്റ ക്വാളിറ്റി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് തന്നെയാണ് നമ്മളെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കാരണം ഇതുവരെ ഇപ്പോൾ ചെയ്തുള്ള വർക്കുകളിലൊക്കെ നമുക്ക് ഫോളോ അപ്പിംഗ് വർക്ക് കിട്ടുന്നതും അതുകൊണ്ട് തന്നെയാണ്. താങ്ക് യു സർ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ ഡൗട്ട്സ് ആൻഡ് ക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഡികെ ജിപ്സം പ്ലാസ്റ്ററിംഗ് സംബന്ധിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻസ് അറിയണം, അതല്ലെങ്കിൽ അതിൻ്റെ സർവീസസ് അറിയണമെങ്കിൽ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യും. താങ്ക് യു.